എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഹമ്പും വില്ലും. അവസാനം ടമാർ പെടർ. അതന്നെ അനുമോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത യൂട്യൂബർമാരൊക്കെ അങ്ങ് തിരിഞ്ഞു. അനുമോള് കള്ളത്തരങ്ങളാണ് അവിടെ പറഞ്ഞത് എന്ന് അത് ബിഗ് ബോസിനകത്ത് വെച്ചിട്ടുള്ള വീഡിയോസും വെച്ചിട്ട് വിശദീകരിക്കുന്നു. അത് കഴിഞ്ഞ് ലൈൻ കട്ടിലൂടെ കണ്ട, അതായത് ഏഷ്യാനെറ്റിന്റെ പ്രോഗ്രാമിലൂടെ കണ്ട ആ ഒരു സാധനവും വെച്ച് അങ്ങ് തേച്ചൊട്ടിക്കുന്നു. അത് കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം പറഞ്ഞ വാക്കുകളും വെച്ച് അങ്ങ് ഏച്ചു മുട്ടി കണ്ടാറടക്കുന്നു. കൊള്ളാം, അടിപൊളി. ഇപ്പൊ ആരായി അനുമോള് കള്ളിയാണ് എന്ന രീതിയിലൊക്കെ ഇതാ യൂട്യൂബർമാരൊക്കെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ അങ്ങനൊന്നും പറയില്ലേ കേട്ടോ. നമ്മൾ സത്യസന്ധമായി വീഡിയോ ചെയ്യുന്ന ആളുകളല്ലേ. അനീഷേട്ടന്റെ 16 ലക്ഷം രൂപ വാങ്ങിയിട്ടല്ലേ ഞാനൊക്കെ PR ചെയ്യുന്നത്. എന്തൊക്കെ ഏരുന്നടോ. PR ചെയ്ത് ജയിച്ചതിനെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി PR ആണോ PR അല്ല ഒക്കെ കഴിഞ്ഞു. കപ്പ് കിട്ടിയ ആള് പോയി. പക്ഷെ ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ നേരെ തിരിയുമ്പോ അവരെയൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവോ? ഇല്ലല്ലേ. നേരെ വീഡിയോയിലോട്ട് നടക്കാം, സോറി പോകാം. നമുക്ക് അത് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് നമ്മുടെ അതിൽ വ്ലോഗ് പറയുന്നത് കേൾക്കാം. വിനു പറയുന്നതും കള്ളം, അനുമോള് പറയുന്നതും കള്ളം, വിനു പറയുന്നതും കള്ളം. കാരണം അനുമോള് പറഞ്ഞു 1 ലക്ഷത്തിന്റെ PR കൊടുത്തു എന്ന്. വലിയെന്തോ എമൗണ്ട് കൊടുത്തിട്ട് ചെറിയ എമൗണ്ടേ കൊടുത്തുള്ളൂ എന്ന് അനുമോള് പറയുന്നു. അതായത് അനുമോള് പറയുന്ന 1 ലക്ഷം കൊടുത്തു എന്നാണ്. ആ സ്ഥിതിക്ക് അല്ലെങ്കിൽ അതിൽ 50,000 കൊടുത്തു, ബാക്കി 50,000 കൊടുക്കാനുണ്ട്. എന്നാൽ വിനു പറയുന്നു PR അങ്ങനെ എമൗണ്ട് ഒന്നും കിട്ടിയില്ല, ഇത്രേ കിട്ടിയുള്ളൂ എന്ന്. അനുമോള് PR കൊടുത്തു എന്ന് അഭിമാനത്തോട് ഒരിക്കലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സ്ഥിതിക്ക് 1 ലക്ഷം അല്ല, 1 ലക്ഷമല്ല, കൺഫേമാ. 1 ലക്ഷമല്ല, 1 ലക്ഷത്തേക്കാൾ കൂടുതലുണ്ട് എന്ന് ഏത് മനുഷ്യനും അറിയാം. പക്ഷെ ബിഗ് ബോസിനകത്ത് 50,000 കൊടുത്തുള്ളൂ. 1 ലക്ഷം ചോദിച്ചു, പക്ഷെ 15 ലക്ഷം ആദ്യം ചോദിച്ചു. ഞാനത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ മൈൻഡിൽ ഉണ്ടല്ലോ അല്ലെ. 50 കൊടുത്തു. ഇത് കഴിഞ്ഞ് ലൈൻ കട്ട് എന്ന പ്രോഗ്രാമിലൂടെ പറഞ്ഞു 1 ലക്ഷമേ ഞാൻ കൊടുത്തുള്ളൂ. 15 ലക്ഷം ചോദിച്ചു, പക്ഷെ ഞാൻ 1 ലക്ഷമേ കൊടുത്തുള്ളൂ, ഞാനൊരു പിശുക്കിയാണ് എന്നുള്ളത്. അതേ ലൈൻ കട്ടിൽ തന്നെ വീണ്ടും പറയുന്നു 50,000 അഡ്വാൻസ് കൊടുത്തു എന്നുള്ളത്. എന്നാൽ അതേ വിനു തന്നെ പറഞ്ഞ 1,111 രൂപ ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞ് കാണിക്കുന്ന തെളിവ്. കൊള്ളാം. വിനുവിനെ എനിക്ക് അറിയത്ത് പോലുമില്ല എന്ന് അനുമോൾ ഒരു കള്ളം പറഞ്ഞു. വിനു ഇവിടെ പൊളിച്ചു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസ് വന്നു. അങ്ങനെ ഒരുപാട് കൊച്ചു കൊച്ചു കള്ളങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്തായാലും കപ്പക്കടിച്ചു പോയി. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറയൊന്നും വേണ്ട. ചില ആളുകൾ ഇങ്ങോട്ട് മോങ്ങല്ലേ എന്നുള്ളത്. എന്റെ പൊന്നു മക്കള്, ഇത് മോങ്ങലായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നൊരു കാര്യം നിങ്ങൾക്ക് സമ്മതിച്ചു തരാൻ വയ്യല്ലേ? അനുമോളെ ഭയങ്കരമായി ഞങ്ങൾ PR ആണ്, അതാണ് നിങ്ങൾ തന്നെ പറഞ്ഞു നടന്നില്ലേ. എന്നാൽ അവള് പറഞ്ഞ വാക്കുകൾ ഓരോന്നോരോന്ന് പുറത്തു വരുന്ന കണ്ടില്ലേ. അടുത്തത് അനന്ത് വ്ലോഗ് പറയുന്നത് കേക്കണ്ടേ? പറയുന്ന കേക്കാം. കള്ളത്തരോന്ന് പറഞ്ഞ ഉണ്ടല്ലോ, കല്ല് വെച്ച നുണകളാണ് അനുമോളിരുന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? കള്ളത്തരം എന്നല്ലാതെ വേറൊന്നും ആള് പറയുന്നില്ല എന്നാണ് അനന്ത് ചേട്ടായി പറഞ്ഞേ. ഇനി രാജേട്ടൻ കൂടി വരണ്ട്. രാജേട്ടൻ ഇന്നലെ ഉറങ്ങിയതാ തോന്നുന്നു. ഞാനും കുറെ ഉറങ്ങാൻ വൈകി കേട്ടോ. രാജേട്ടൻ ഉറങ്ങിപ്പോയിട്ടുണ്ടോ? രാജേട്ടൻ വരും അടുത്ത ഇതൊക്കെ ആയിട്ട്. സമ്മർ മീഡിയ വരാതിരിക്കില്ല കേട്ടോ. സമ്മർ മീഡിയക്ക് ഇപ്പൊ ആഘോഷമാണെന്നുള്ളതാണ്. നമുക്ക് അനന്ത് ചേട്ടായി പറഞ്ഞു കേൾക്കാം. നമുക്ക് അനുമോള് പറഞ്ഞ ഓരോരോ കള്ളങ്ങൾ ഇങ്ങോട്ട് നോക്കാം. കള്ളം നമ്പർ 1, PR വിനുവിന് എത്ര രൂപ കൊടുത്തു എന്നുള്ളത്. എത്ര പൈസ കൊടുത്തു? 1 ലക്ഷം കൊടുത്തു. ഇനി പോയിട്ട് ബാക്കി കൊടുക്കണം? ഒരിക്കലും. അപ്പം PR വിനുവിന് ഏതാണ്ട് 1 ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി പോയിട്ട് ബാക്കിയൊന്നുമില്ല. ഓൺലി 1 ലക്ഷം രൂപ, ഓൺലി 1 ലക്ഷം രൂപയാണ് അനുമോള് കൊടുത്തിരിക്കുന്നത്. അനുമോള് അറുപിശിക്കുകയാണ്. അതുകൊണ്ട് 1 രൂപ പോലും ഇനി കൊടുക്കൂല. ആണോ? ഓക്കെ, നമ്മളിതൊന്നും ചൂണ്ടിക്കാണിക്കാറേ ഇല്ല കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ കണ്ട് അനുമോൾ അടിപൊളിയാണ് എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാതെ വേറൊന്നും പറയരുത്. ഈ അനീഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയും PR കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഈ PR-ന്റെ തെളിവും കാര്യങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ടുതരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണായിരുന്നു. അനുമോളുടെ PR-നെ കുറിച്ച് പറയുമ്പോൾ അനുമോൾക്ക് PR ഞങ്ങളാണ് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വരാറുണ്ട്. ഞങ്ങളാണ് അനുമോളുടെ PR. അപ്പൊ അനീഷേട്ടനും ഞങ്ങളാണ് PR എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വരും. അല്ലാതെ വിനുവിനെ പോലെ ഉള്ള ആളുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ അനീഷേട്ടൻ ഉണ്ടാവില്ല കേട്ടോ. തുടർന്ന് കേൾക്കാം. ഇനി വേറൊരു ഭാഗത്ത് എത്ര കൊടുത്തു എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോഴത്തേക്ക് അനുമോള് പിന്നെയും മാറ്റും. അതുകൂടെ കേൾക്കാം. സത്യത്തിൽ എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 കൊടുത്തു. ആദ്യം 1 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നു. സത്യത്തിൽ എത്ര കൊടുത്തു എന്ന് ചോദിച്ചപ്പം 1 ലക്ഷമാണ്, ഞാൻ 50 കൊടുത്തു, ഇനി 50,000 കൊടുക്കാറുണ്ട്. ആദ്യം 1 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. എല്ലാരും കൂടെ ഡിസർവ് അല്ലാത്ത ഒരാളെ ജയിപ്പിച്ചു കൊടുത്തിട്ട് ഇനി അത് മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം പറയാം, ഇവരൊക്കെ തിരുത്തിയല്ലോ, അതന്നെ വലിയ കാര്യം. അപ്പൊ ഞാനൊക്കെ തെറ്റുപറ്റി തിരുത്തും. തിരുത്താതെ മിണ്ടാതെ രാജേട്ടനെ പോലെ സമ്മർ മീഡിയനെ പോലെ മിണ്ടാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഇവര് തിരുത്തിയതിൽ ഞാൻ സല്യൂട്ട്, കൊള്ളാടാ, തിരുത്തിയല്ല. പക്ഷെ എന്താ ചെയ്യാ, എല്ലാം കഴിഞ്ഞ് ആകാശത്തേക്ക് വെടിയും വെച്ച് പരിപാടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ പറയേണ്ടത്? തുടക്കം മുതലേ ഞാൻ പറയുന്നുണ്ടല്ലോ. ഇവിടെ അനീഷേട്ടന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സംസാരിച്ച യൂട്യൂബർമാരിൽ ഒന്ന് അനീഷ് വ്ളോഗ്, ഒന്ന് സന്ദീപ് എടപ്പാള്, ഒന്ന് ലാസ്റ്റ് ടൈമിൽ വിക്കിത്താക്ക് വന്നു തോന്നുന്നു. ആകെ കുറച്ച് ആളുകളെ സംസാരിച്ചിട്ടുള്ളൂ.
അതിനർത്ഥം അനുമോളെ തേച്ചൊട്ടിച്ച ഗണത്തിൽ നമ്മളെ പെടുത്തും വേണ്ട. അനുമോളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് എപ്പിസോഡ് ബേസിലായിരുന്നു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ പതുക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണ്. നമുക്ക് ദീർഘവീക്ഷണമൊന്നും ഇല്ലല്ലോ. പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അനുമോൾ അന്ന് നുണയാണല്ലേ പറഞ്ഞത്, അപ്പൊ അത് ഒന്ന് ചർച്ച ചെയ്യും. അത്രേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ അനീഷേട്ടനായിരുന്നു വിൻ ചെയ്യേണ്ടി ഇരുന്നിരുന്നത് അല്ലെ. ഇവിടെ അനുമോള് കപ്പടിച്ചു, കപ്പ് കൊണ്ടുപോയി. ഇവിടെ അനീഷേട്ടൻ ആളുകളുടെ സ്നേഹം കൊണ്ടുപോയി, അത്രേ പറയുന്നുള്ളൂ. ഇനി അതിന്റെ ഇടയിൽ അനീഷേട്ടന് അഹങ്കാരിയാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം കയറി വരുന്നുണ്ട്. കപ്പടിച്ച പിന്നെ എന്താവും എന്നൊക്കെയാണ് ഓരോരുത്തരുടെ ഡയലോഗ്. സാധാരണക്കാരായ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഈ 24 മണിക്കൂറും ക്യാമറയുടെ മുന്നിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഇതെന്നെ കാണുമ്പോൾ തന്നെ ഒലിപ്പിക്കാനൊക്കെ തോന്നും. ഇവയ്ക്ക് ഇത് ആദ്യമായിട്ടുള്ള അനുഭവമാണ്. അപ്പൊ ആൾ ഒഴിഞ്ഞു മാറും. ഇനി നമുക്ക് PR ചേട്ടൻ, വിനിച്ചേട്ട, അയാളാണ് സത്യത്തിൽ അനുമോളേക്കാൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞാണ്. അവൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചു കേട്ടോ. അനുമോൾ ആകെ തന്ന കാശാട്ടോ. 111 രൂപയാണ് തന്നിട്ടുള്ളത്. ലക്ഷങ്ങൾ തന്നു. അനുമോള് കള്ളം പറഞ്ഞതാണ് എന്നാണ് വിനിച്ചേട്ടായി പറയുന്നത്. ലൈൻ കട്ട് എന്ന ആ ഒരു ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ അനുമോള് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ബിഗ് ബോസിനകത്ത് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട്? കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം എനിക്ക് വെക്കാൻ അറിയില്ല. അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു. ഭക്ഷണം വെക്കുന്നവരെ വീട് എനിക്ക് ഭക്ഷണം വെക്കാൻ അറിയാം എന്ന് പറയുന്ന സാധനം അത് ചൂണ്ടിക്കാണിച്ചപ്പോ നിനക്കൊക്കെ ഇനിയിപ്പോ ഇതന്നെയല്ലേ പണി, കുത്തിപ്പൊക്കല് എന്നുള്ളത്. പിന്നെ സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു കാണിക്കണ്ടേ? അനുമോള് നുണകൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ആ നുണകൾ ചൂണ്ടിക്കാണിക്കുന്ന ഇനി അനീഷേട്ടൻ എന്തെങ്കിലും നുണകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചൂണ്ടിക്കാണിക്കും. നാളെ അനീഷേട്ടന്റെ PR-ന് 5 ലക്ഷം കൊടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുത്തിപ്പൊക്കും. ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. ഇവിടെ ജെനുവിനായിട്ട് റിവ്യൂ ഇടുക എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അതേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ. അനുമോള് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, ഒന്നൊന്നല്ല, ഒരുപാട് കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആൾക്കാർ കുത്തിപ്പൊക്കുന്നുണ്ട്. ഇപ്പൊ ഞാനായിട്ട് ഇതിന് ഇരുന്നതല്ല, ഇത് സപ്പോർട്ട് ചെയ്ത ആളുകൾ തന്നെ കുത്തിപ്പൊക്കിയപ്പോ നമ്മൾ നോക്കിയിരിക്കണ്ട വിചാരിച്ചു. ഇനി അടുത്തത് വിനുവേട്ടൻ പറയുന്നുണ്ട്. ഒരു എപ്പിസോഡ് അനുസരിച്ചാണ് അനുമോളുടെ ഗ്രാഫ് വന്നേക്കുന്നത്. അനുമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് കിട്ടാതെ അവസാനത്തെ ക്രൂഷ്യൽ ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ബ്രോ. ബിക്കോസ് എന്താ വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഗ്രാഫ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഗ്രാഫ് ഉണ്ട്, ഞാൻ വലിയ ഗ്രാഫ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഈ ഫിനാലെ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി. എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്തക്കൊന്നും വോട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുമോൾ ജയിച്ചേനെ. കാരണം ഇവരെല്ലാരും കൂടി 2-2.5 ലക്ഷം വോട്ടാണ് അനീഷിനോട് മറിച്ചത്. അപ്പോ അത് ആ ഭൂരിപക്ഷം കൊണ്ട് അനീഷ് കുറച്ചും കൂടി പൊങ്ങി വന്നു. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഷാനവാസ് ടോപ്പ് 2 ആയനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടോപ്പ് 2 ആയനെ. അതില്ല, അതും കൂടി ഇല്ലായിരുന്നു. കാരണം ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ വോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ അനുമോൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടായേനെ. കാരണം നിങ്ങൾ പോളുകളിൽ കണ്ട പോലെ 70% ഭൂരിപക്ഷമായിരുന്നു എല്ലാ പോളുകളിലും അനുമോൾക്ക്. അതായത് തൊപ്പിയൊന്നും വോട്ട് തേടിയില്ലായിരുന്നെങ്കിൽ 2.5 ലക്ഷം വോട്ട് കിട്ടി. അനീഷേട്ടൻ തേടായിരുന്നു എന്നാ പറയുന്നത്. ഷാനവാസക്ക് അനീഷേട്ടൻ ടോപ്പാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബിഗ് ബോസ് കണ്ട ആളുകളും കാണാത്ത ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ട്. അത് അനുമോളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രി കിടക്കുന്ന ആളുകളുടെ അടുത്ത് വോട്ട് ചോദിക്കു പോയാൽ അവര് കണ്ടോണ്ടിരിക്കുന്നു വിചാരം. അല്ല, നുണയാണ്. മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വോട്ട് തെണ്ടുമ്പോ അത് മനസ്സിലാക്കണമായിരുന്നു. അവിടെയും കാണാത്ത ആളുകളുടെ മൊബൈൽ നമ്പർ വാങ്ങിയിട്ട് നിങ്ങൾ OTP പരിപാടി നടത്തിയില്ലേ? അപ്പൊ ഊളത്തരം പറയാൻ എന്റെ ചേട്ടാ, നിങ്ങളാണ് ശരിക്കും വിജയിച്ചിട്ടുള്ളത്, അനുമോളല്ല. നിങ്ങൾ നന്നായി വിജയിച്ചു. അടുത്ത സീസണിൽ ഇപ്പൊ ആളുകളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണും. ഇനിയിപ്പോ ഏതെങ്കിലും സീസണിൽ നമ്മളെയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 പൈസ ഇല്ല കയ്യില്. നമ്മളൊന്നും സപ്പോർട്ടേ ആരും ഉണ്ടാവില്ല. അനീഷേട്ടനെ പോലെ ഇനി ഒരു സാധാരണക്കാരെ ആരെങ്കിലും പൊക്കി കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അതും സംശയമാണ്. എന്തോ ഭാഗ്യമാണ് ആളുടെ. അതിൽ ടോപ്പ് 5-ലെത്തി ഫസ്റ്റ് റണ്ണറപ്പ് ആയി തന്നെ വലിയ അത്ഭുതമാണ്. എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അതായത് ആ ഒരു ലാസ്റ്റത്തെ പിന്നെ ഗ്രാഫിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. ഇവർക്ക് എങ്ങനെയാണ് ഈ ഗ്രാഫ് വോട്ടിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയുന്നത്? അപ്പൊ ആൾക്ക് ബിഗ് ബോസിനകത്തും വലിയ ഒരു ഇതുണ്ട്. കാരണം ബിഗ് ബോസിൽ ഈ അനൗൺസ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ രാത്രി 7 മണിക്കാണല്ലോ ഗ്രാൻഡ് ഫിനാലെ. അതിന് മുന്നേ തന്നെ വൈകുന്നേരം 3-3:30 ആള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിനകത്ത് ഇയാൾക്ക് നല്ല ഹാൻഡ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം അയാൾക്ക് മനസ്സിലാവുണ്ട്, എത്ര വോട്ട് കിട്ടിയെന്ന് അവർ അന്വേഷിക്കാൻ കഴിയും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ സൈറ്റുകളൊന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിൽ കയറി നമുക്ക് എത്ര ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ നടത്തുന്ന വോട്ടുകൾ. അപ്പൊ ആൾക്ക് അതിന് അകത്ത് പോലും പിടിപാടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ 3ാമത്തെ ആളെയാണ് ഇയാൾ വിജയിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അഖിൽമാരാറും ഇയാളൊക്കെ തമ്മിൽ എന്ത് ബോണ്ടാണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരേ ഒരു രാജാവിനെ കാണാം, കിരീടം വെക്കാത്ത ആ രാജാവ്. അനുമോളെ കാണാൻ ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അനീഷേട്ടനെ കാണാൻ 1000 വന്നാൽ മതി. അത് ലക്ഷങ്ങളെക്കാൾ മുകളിലാണെന്നുള്ളതാണ്. ഇത്രയും നാൾ 12 വർഷത്തോളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടാക്കിയ അനുമോളുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പിൻബലം, അത്ര ഫാൻ ബേസ്, അതിന്റെ പകുതിയെങ്കിലും അനീഷേട്ടൻ ഒരു സാധാരണക്കാരൻ
100 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ വിജയമാണ്. അനുമോളുടെ കയ്യിൽ കപ്പിരിക്കുന്നുണ്ട്, അനീഷേട്ടന്റെ കയ്യിൽ എന്തുണ്ട്, ജനങ്ങളുടെ ആ ഒരു സ്നേഹം ഇരിക്കുന്നുണ്ട്. ഈ രണ്ട് ഡിഫറൻറ്റേ ഉള്ളൂ. നുണകൾ കൊണ്ട് ഉണ്ടാക്കി ആ ചീട്ട് കൊട്ടാരം താഴെ വീഴാണ്. സപ്പോർട്ട് ചെയ്ത യൂട്യൂബർമാരൊക്കെ തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങി. വെരി ഗുഡ്. എന്തായാലും നിങ്ങൾക്ക് സമയം വൈകി, പക്ഷെ ഇനിയൊരു അനീഷേട്ടൻ അടുത്ത സീസണിൽ ഉണ്ടാവും നമുക്കറിയില്ല. സാധാരണക്കാരൻ ഇനിയും നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇയാളവിടെ നിലനിന്നത് അയാൾ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായതുകൊണ്ടും ഒരു സ്ത്രീയെ ഉപദ്രവിക്കാത്തത് കൊണ്ടും ഒരു തെറി പോലും പറയാത്തത് കൊണ്ടും മാത്രമാണ്. അല്ലെങ്കിൽ ആളൊക്കെ തുടക്കത്തിൽ തന്നെ പുറത്തായേനെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ചൊറിയാൻ വരുന്ന ആളുകളോട് PR കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും ആ വിജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. കഴിഞ്ഞു, അനുമോള് ജയിച്ചു, കപ്പ അവളുടെ വീട്ടിലെത്തി. ബാക്കിയൊക്കെ ആളുകൾ കുത്തിപ്പൊക്കുന്ന വീഡിയോസിന് മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കും. വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ഇട്ട് സന്ദീപ് പാൾ സൈനിങ് ഓഫ്.